വെള്ളാപ്പള്ളി നടേശൻ്റെ തുടർച്ചയായുള്ള വിദ്വേഷ പരാമർശങ്ങളിൽ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. സ്വന്തം സമുദായത്തെക്കുറിച്ച് ശബ്ദമുയർത്താൻ വെള്ളാപ്പള്ളി നടേശന് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് മറ്റു മതവിഭാഗങ്ങളെ വിമർശിച്ചുകൊണ്ടാകുമ്പോൾ അവരും പ്രതികരിക്കാൻ നിർബന്ധിതരാകും എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. തീർന്നില്ല. BJPയുടെയും ഒപ്പം തന്നെ CPMൻ്റെയും തോളോട് തോൾ ചേർന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവനകളെല്ലാം നടത്തുന്നത് എന്നുള്ള തുറന്നടിക്കലും ദീപിക മുഖപ്രസംഗത്തിൽ നടത്തിയിരിക്കുന്നു. ഈ വിഷയമാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ദാവൂദ് സാഹിബ്, സ്വന്തം സമുദായം, അദ്ദേഹം നേതൃത്വം നൽകുന്ന സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പറയുമ്പോഴൊക്കെ മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ഒക്കെ വിമർശിച്ചുകൊണ്ടാണ് തുടർച്ചയായി വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവനകൾ നടത്താറുള്ളത്. എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു രോഷം ഉയരാറുമില്ല. ഇപ്പോൾ കത്തോലിക്ക സഭ തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തെ നമ്മൾ എങ്ങനെ കാണണം? നമുക്ക് ഈ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി ഈ വിദ്വേഷ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതിൽ കുഴപ്പം കാണാത്ത കേരളത്തിൽ രണ്ട് കൂട്ടരേ ഉള്ളൂ. ഒന്ന് CPMഉം BJPയുമാണ്. BJP അതിനെ പരസ്യമായിട്ട് പിന്തുണക്കാറുണ്ട്. CPM അത്ര പരസ്യമല്ലെങ്കിലും അങ്ങേരുടെ കൂടെ നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഏറ്റവും മാരകമായ പ്രസ്താവന നടത്തുന്നത് നിലമ്പൂരിലാണ്. നിലമ്പൂരിലെ SNDPക്കാർ പോലും വിശ്വസിക്കാത്ത തരത്തിൽ അവിടെ അന്യമതസ്ഥർ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുകയാണെന്നൊക്കെ വന്ന് പുള്ളി പ്രസംഗിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെയും 4 മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശന് വൻ സ്വീകരണം കൊടുക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ പുകഴ് വാക്കുകൾ കൊണ്ട് ഈ മനുഷ്യനെ മൂടുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെല്ലാം അതിനെ വ്യാഖ്യാനിച്ച നാട്ടുകാർക്കാണ് കുഴപ്പം എന്ന് പറയുന്നു. എഗൈൻ കോട്ടയത്ത് പോയിട്ട് പ്രസംഗിക്കുന്നു. കോട്ടയത്ത് മുസ്ലിം സമുദായത്തിനെതിരെ വലിയ തോതിൽ വിഷപ്രചാരം നടത്തുന്നു. കോട്ടയം ജില്ലയെക്കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. കോട്ടയം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ കയ്യിലായി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു. പക്ഷേ പിറ്റേ ദിവസം എഗൈൻ ഈ പറയുന്ന വാസവൻ്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണം കൊടുക്കുന്നു. വാസവൻ ഇദ്ദേഹത്തെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് വീണ്ടും മൂടുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണം, ഇങ്ങരുടെ ഈ വിദ്വേഷ പരിപാടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടാൽ അതിനെതിരെ രംഗത്ത് വരുന്നത് BJPയാണ്. അപ്പോൾ BJPക്കും CPMനും മാത്രമേ ഇങ്ങരുടെ ഈ വിഷപ്രചാരണത്തിൽ കുഴപ്പമില്ലാതെ ഉള്ളൂ. CPM വലിയ സമ്മർദ്ദം വന്നപ്പോൾ CPM ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൽ വെള്ളാപ്പള്ളി എന്നൊരു വാക്കില്ല. അതായത് ഒരു സാഹിത്യ സമാജത്തിൽ അവതരിപ്പിക്കാവുന്ന ഇതുപോലെ ഒരു പ്രഭാഷണമോ പ്രബന്ധമോ പോലെയുള്ള ഒരു ജനറിക് സ്റ്റേറ്റ്മെൻറ്റാണ് ഇറക്കിയത്. അപ്പോൾ ഇവിടെ ഇതേ ആൾ തന്നെ നോക്കൂ. അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നേരത്തെ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊരു മുദ്രാവാക്യമായിരുന്നു വെച്ചിരുന്നത്. ഇപ്പം നായാടി മുതൽ നസ്രാണി വരെ ഐക്യപ്പെടണം എന്ന് പ്രസംഗിക്കാറുണ്ട്. ഇതേ ആൾ തന്നെ കോട്ടയത്ത് പോയിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതങ്ങനെയാണ് സാധ്യമാകുക എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പോക്ക് ശരിയല്ല എന്ന് കത്തോലിക്ക സഭ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ തിരിച്ചറിയുന്നുള്ളതാണ് ദീപിക മുഖപ്രസംഗത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിലാണ് എഡിറ്റോറിയൽ അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞൊരു പോയിൻ്റ്, ഇപ്പം JP ഉദ്ധരിച്ച കാര്യം തന്നെ, വെള്ളാപ്പള്ളി നടേശന് സ്വന്തം സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങളെക്കുറിച്ച് പറയാൻ നിശ്ചയമായിട്ട് അവകാശമുണ്ടെന്ന് മാത്രമല്ല ഒരു സമുദായ നേതാവിൻ്റെ ബാധ്യതയാണത്. തൻ്റെ സമുദായം ഏതെങ്കിലും നിലക്കുള്ള അനീതിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഡബിൾ സ്റ്റാൻഡേർഡ്സിന് വിധേയമാകുന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം, അതിനെതിർക്കണം, അതിനെതിരെ പ്രതിഷേധിക്കണം. പക്ഷേ വെള്ളാപ്പള്ളി ഇതല്ല ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഈഴവ ജനതയുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെങ്കിൽ അതിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിന്നോക്കാവസ്ഥയിൽ അദ്ദേഹത്തിനും റോളുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലേറെക്കാലം, എനിക്കൊന്ന് 30 വർഷത്തിൽ മേലെയായി ഈ SNDPയുടെ നേതൃസ്ഥാനത്ത് ഇദ്ദേഹമാണ് ഇരിക്കുന്നത്. ഇദ്ദേഹം എന്തു ചെയ്തു എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇത്രയും കാലം ഈ ശ്രീനാരായണീയരുടെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്ത് താങ്കൾ ഇരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ഇത് തന്നെ പായാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നിങ്ങൾ എന്തു ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. മറയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ ഇത്രയാണ്. യഥാർത്ഥത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന് വന്നതിന് ശേഷം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? മൈക്രോ ഫിനാൻസ് സ്ഥാപിക്കുകയാണ്. അത് കോടികളുടെ തട്ടിപ്പാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാണ്. അതിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതിയായിട്ട് കേസ് നിലവിൽ, അത് മനസ്സിലാക്കണം. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കുറഞ്ഞ പലിശ നിരക്കിൽ വാങ്ങിക്കുന്ന തുക സ്വന്തം സമുദായങ്ങൾക്ക് കൂടിയ പലിശ നിരക്കിൽ കൊടുക്കുന്ന വിചിത്രമായ സമുദായ സേവന പ്രവർത്തനമാണ് നടത്തിയത്. നോക്കൂ, ഒരു കാലത്ത് അതിനെതിരെ
കേരളം മുഴുവൻ പ്രസംഗിച്ച് നടന്ന ആളാണ് വി എസ് അച്യുതാനന്ദൻ. മനസ്സിലാക്കണം. ഇതേ വി എസ് അച്യുതാനന്ദനെ കൂട്ടുപിടിച്ചിട്ടാണ് കോട്ടയത്ത് ഈ മനുഷ്യന് വിദ്വേഷം പ്രസംഗിച്ചത്. അപ്പോൾ സമുദായത്തിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ വെള്ളാപ്പള്ളി നടേശന് സാധ്യമല്ല. രണ്ടാമത്തെ, ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയാവുന്ന കാര്യമാണ് EWS നടപ്പിലാക്കിയത്. സംവരണമാണല്ലോ ഈ നിലക്കുള്ള പിന്നോക്ക പ്രസ്ഥാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത്, സാമൂഹിക സംവരണം. ഈ സാമൂഹിക സംവരണം എന്ന് പറയുന്ന ആശയത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്നതാണ് EWS. അതാരാണ് നടപ്പിലാക്കിയത്? പിണറായി വിജയൻ ഗവൺമെൻറ്, LDF ഗവൺമെൻറ്റാണ് നടപ്പിലാക്കിയത്. അതിനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം പറയാൻ വെള്ളാപ്പള്ളിക്ക് സാധിച്ചിട്ടുണ്ട്? നോക്കൂ, ഈ ഈഴവ ബുദ്ധിജീവികൾ ഒന്നടങ്കം, ഈഴവ ബുദ്ധിജീവികൾ, ദളിത് ബുദ്ധിജീവികൾ, പിന്നോക്ക സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട സംഘടനകളെല്ലാം EWSനെ എതിർത്തു. വെള്ളാപ്പള്ളി നടേശൻ ഗൗരവപ്പെട്ട എന്തെങ്കിലും ഒരു എതിർപ്പ്, ഒരു പ്രതിഷേധം അതിനെതിരെ ഉയർത്തിയിട്ടില്ല, അതിനെതിരെ പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഏത് സമുദായ താല്പര്യമാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണത് ചെയ്യാത്തത്? EWSനെതിരായ പിന്നോക്ക വിഭാഗങ്ങളെല്ലാം എതിർക്കുന്ന EWS എന്ന് പറയുന്ന സംവരണത്തെ അടിസ്ഥാനപരമായി തുരങ്കം വെക്കുന്ന ആ കാഴ്ചപ്പാടിനെതിരെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി സന്നദ്ധമാവുന്നില്ല? ഒന്നെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലും മറ്റൊരു കൈ സംസ്ഥാന ഗവൺമെൻറ് കയ്യിലുമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ, അദ്ദേഹം നേരിടുന്ന പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങളുണ്ട്. അത് മൈക്രോ ഫിനാൻസ് കേസാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മണ്ണെണ്ണ വിൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം സംഗതികളുണ്ട്. അപ്പോൾ സ്വതന്ത്രമായി ഈ രണ്ട് ഗവൺമെൻറ്റിൻ്റെയും അതിനെയും പിന്തുണച്ച് ഒരേ സമയം കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റിനെയും സംസ്ഥാന CPM ഗവൺമെൻറ്റിനെയും പിന്തുണക്കുക, അതിനുവേണ്ടി സംസാരിക്കുക എന്നുള്ളതല്ലാതെ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ത്രാണിയില്ലാത്ത, ശേഷിയില്ലാത്ത അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി അങ്ങേര് കണ്ടുള്ള ഒരേ ഒരു വഴി എന്താണ്? വിദ്വേഷം പ്രചരിപ്പിക്കുക. അത് മുസ്ലിങ്ങൾക്കെതിരാകുമ്പോൾ സെല്ലബിളാണത്, അതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിനാരെങ്കിലും എതിർത്താൽ ആശ്വാസകാര്യ വകുപ്പ് മന്ത്രി വാസവൻ വന്നിട്ട് ആശ്വസിപ്പിച്ചുകൊള്ളും, എതിർക്കുന്നവരൊക്കെ തീവ്രവാദികളാണെന്ന് പ്രഖ്യാപിച്ചുകൊള്ളും. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുള്ള വഴി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് പക്ഷേ അത് ക്രിസ്ത്യൻ വിദ്വേഷമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദീപിക അതിനെതിരെ എഡിറ്റോറിയൽ എഴുതി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണീയ സമൂഹത്തിനകത്ത് നിന്ന് തന്നെ പുതിയ തലമുറ, പുതിയ പല പ്രസ്ഥാനങ്ങളും പുതിയ വേദികളും ഇതിനെതിരായി ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപനത്തിനെതിരെ അവർ രംഗത്ത് വരുന്നുണ്ട്. അവർ വെള്ളാപ്പള്ളി സ്വീകരിക്കുന്ന ലൈൻ അടിസ്ഥാനപരമായി ഈഴവ സമുദായത്തിന് അപകടം ഉണ്ടാക്കുന്നതാണെന്ന് നിലപാട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. എന്തിനാണ് CPM വെള്ളാപ്പള്ളിയെ താങ്ങി നടക്കുന്നതെന്ന് വെച്ചാൽ അത്ഭുതകരമായ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. കാരണം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ ആരെയെല്ലാം തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ജയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകൾ. ആരെയെല്ലാം ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം തോറ്റിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ സ്വാധീനം എന്താണെന്നുള്ളത് ഒന്നുമല്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ സംഗതിയാണ്. VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമുദായത്തെ കൊള്ളയടിച്ച് നേതാവായിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾ എന്തോ ആയിക്കോട്ടെ, CPM പിന്തുണക്ക് മാത്രമല്ല കേട്ടോ, നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയാണ്, സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുകയാണ്, വർഗീയത സൃഷ്ടിക്കുകയാണ് എന്നുള്ളത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ CPM സന്നദ്ധമാവുന്നില്ലെന്ന് മാത്രമല്ല, ഭരണകൂടം സന്നദ്ധമാവുന്നില്ല മാത്രമല്ല, അതിന് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ശരിക്കുന്നത്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന സന്ദേശമാണ് ദീപികയുടെ എഡിറ്റോറിയലിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ദീപിക എഡിറ്റോറിയൽ എഴുതേണ്ട സാഹചര്യം എനിക്കൊന്ന് വെച്ചാൽ കോട്ടയത്ത് നടത്തിയ പ്രസംഗമായിരിക്കും. കോട്ടയം പ്രസംഗത്തിൽ കോട്ടയം ജില്ല ചില ആളുകളുടെ കയ്യിലായിപ്പോയി എന്നൊക്കെയുള്ള. ഇനി വേറൊരു കാര്യമുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി പ്രധാനമായി ഉന്നയിക്കുന്ന, അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞ കാര്യമുണ്ട്, മുഖ്യമന്ത്രിയാകാൻ ഈഴവരാരുമില്ല, മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വസ്തുതയുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. കേരളത്തിൽ 3 ഈഴവ മുഖ്യമന്ത്രിമാരുണ്ടായ ഒരു സംസ്ഥാനമാണ്. 4 ടേമിൽ ഈഴവ മുഖ്യമന്ത്രിമാരുണ്ടായ സംസ്ഥാനമാണ്. 36 ദിവസം മാത്രമാണ് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം എടുക്കാൻ പോകുമെന്ന് പറയുന്നുണ്ട്. മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം എടുക്കുകയാണെങ്കിൽ അതിനെന്താ കുഴപ്പം? കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇനി ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോഴാണെങ്കിൽ എന്താ കുഴപ്പം? എല്ലാ സമുദായങ്ങൾക്കും, ഏത് സമുദായത്തിനും അവരിൽ നിന്ന് അർഹതപ്പെട്ട ആളുകളുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ആളുകൾ വരും. അപ്പോൾ ഇങ്ങനെ ഡാറ്റ ഇല്ലാതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വെച്ചിട്ട് വർഗീയത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ
പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറേ കാലമായി ഈ സ്വഭാവത്തിലുള്ള പ്രസ്താവനകൾ പലരും നടത്തുന്നുണ്ട്. ഇതിനുള്ളൊരു വഴി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റ് സെൻസസ് നടത്തുക എന്നുള്ളതാണ്. സാമൂഹിക സാമ്പത്തിക സർവേ നടത്തുക. ഓരോ സമൂഹങ്ങളും എന്താണ് അവരുടെ ഈ സമൂഹത്തിൽ അവരുടെ പ്രൊപ്പോർഷൻ എന്താണ്, അവരുടെ അനുപാതം എന്താണ്, വിദ്യാഭ്യാസത്തിൽ, തൊഴിലിൽ, രാഷ്ട്രീയത്തിൽ, അധികാര സ്ഥാനങ്ങളിൽ, സാമ്പത്തിക സമാഹരണത്തിൽ, ഇതിലൊക്കെ ഓരോ സമുദായങ്ങളുടെയും സ്ഥാനം എന്താണ്, അളവെന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്ക് പുറത്തു വരുന്ന തരത്തിൽ ഒരു സാമൂഹിക സാമ്പത്തിക സർവേ എന്നോ കാസ്റ്റ് സെൻസസ് എന്നോ എന്തോ പേര് വിളിച്ചോട്ടെ, അതൊന്ന് നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൃത്യമായ കണക്ക് വരട്ടെ. അപ്പോൾ അതിൽ മുസ്ലിം സമുദായം അവരുടെ അനുപാതത്തിനപ്പുറം എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, മുസ്ലിം സമുദായം അവരുടെ ജനസംഖ്യാനുപാതത്തിൽ കൂടുതൽ സർക്കാർ സർവീസിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടെന്ന് വിചാരിക്കുക, സംവരണം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. കാരണം ഈ ഒരു എക്സസൈസ് മുമ്പ് നടന്നതാണ്, നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ സമുദായത്തിനും സർക്കാർ സർവീസിലുള്ള പ്രാതിനിധ്യം എത്രയാണ് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ തസ്തിക നഷ്ടം സംഭവിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾക്കാണ് എന്ന് കേരള സർക്കാർ നിശ്ചയിച്ച നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10-25 വർഷമായി ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനിയൊരു പഠനം നടത്താം, എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഓരോ വിഭാഗത്തിൻ്റെയും, ഈഴവരുടെ, നായരുടെ, മുസ്ലിങ്ങളുടെ, ബ്രാഹ്മണരുടെ, ദലിതരുടെ, ഓരോ വിഭാഗത്തിൻ്റെയും അവരുടെ ജനസംഖ്യ പ്രാതിനിധ്യം എത്രയാണ്, അവരുടെ തൊഴിലിലും അധികാരത്തിലും ഒക്കെയുള്ള അവരുടെ പ്രാതിനിധ്യം എത്രയാണ്, ഇതിനെക്കുറിച്ച് ഒരു ശരിയായ സർവേ നടക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സംവരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, അത് ഈഴവ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, വേറെ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അവർക്ക് ഇനി അവർക്ക് പ്രാതിനിധ്യമായി, ഇനി സംവരണം വേണ്ട എന്നാണ്, സംവരണം എടുത്തു കളയാം. അതെന്താ ഒരു കൂട്ടർ എംപവേർഡ് ആയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സംവരണത്തിന് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനൊരു ഡാറ്റയുടെ പിൻബലമില്ലാതെ ഉള്ള ഡാറ്റകൾ തന്നെ മറച്ചു വെച്ചുകൊണ്ട് വിദ്വേഷം പറയുക എന്ന, വെറുപ്പ് സൃഷ്ടിക്കുക എന്നൊരു പണി മാത്രമാണ് വെള്ളാപ്പള്ളി എടുത്തുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ട് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം കേരളീയ സമൂഹത്തിലുണ്ട്. പുതിയ തലമുറ, ഈഴവ സമുദായത്തിൽ പുതിയ ജനറേഷൻ പോലും അതിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതിനെതിരായ സ്വാഭാവികമായിട്ടുള്ള ശരിയായിട്ടുള്ള പ്രതിഷേധം ഭരണകൂടം അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകക്ഷി പോലും അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ നിലയ്ക്ക് ദീപികയുടെ എഡിറ്റോറിയൽ സ്വാഗതാർഹമാണെന്ന് ഞാൻ പറയാം. നൗഫൽ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വിദ്വേഷ പരാമർശങ്ങളെ അതേ നാണയത്തിൽ മറ്റ് സമുദായങ്ങളൊന്നും ഒരു തിരിച്ചടി നൽകിയിട്ടില്ല. ഒരുപക്ഷേ ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് അവർക്കറിയാം. അത് വെള്ളാപ്പള്ളിക്ക് അറിയില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് വെള്ളാപ്പള്ളിക്ക് അറിയില്ല. കാരണം വെച്ചാൽ ഒരു തവണയല്ലല്ലോ, പലപ്പോഴും നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മത നേതാവ് ഒക്കെ എപ്പോഴെങ്കിലും ഒരു പ്രസ്താവന ചിലപ്പം നടത്തി പോവാറുണ്ട്. ആ സമയത്ത് അതിനെതിരെ വലിയ വിമർശനം വരികയും പിന്നീട് അയാൾ മാപ്പ് പറയുകയും പിന്നീട് ആവർത്തിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. വെള്ളാപ്പള്ളി ഇന്ന് പറയുന്നു, നാളെ വീണ്ടും പറയുന്നു, മറ്റന്നാൾ അതിനേക്കാൾ നന്നായി പറയുന്നു. ഇദ്ദേഹത്തെ പ്രകീർത്തിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റൊരു വേദി കണ്ടെത്തുന്നു, അവിടെ അദ്ദേഹത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പം വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ നടന്നു പോകുന്നത്. എന്തെങ്കിലും കേസോ കാര്യങ്ങളോ കൂട്ടോ ഒന്നും നടക്കുന്നില്ലല്ലോ. ഒരു കേസും അദ്ദേഹത്തിനെതിരെ വരുന്നില്ലല്ലോ. ഒരു കേസിൽ അദ്ദേഹത്തിന് കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ മൊഴിയെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വെള്ളാപ്പള്ളി ഇനിയും നിർലോഭം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ദീപികയുടെ ഈ മുഖപ്രസംഗം എന്ന് പറയുന്നത് നല്ല പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. കാരണം ഇതിൽ ഇദ്ദേഹം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മിക്കവാറും സംസാരിക്കാറുള്ളത്. ഇടക്ക് ക്രിസ്ത്യാനികളും കടന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുസ്ലിങ്ങളെ നിരന്തരം ടാർഗറ്റ് ചെയ്യുമ്പോൾ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അതിനെതിരെ രംഗത്ത് വരികയും ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആരും രംഗത്ത് വരാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു മാറ്റം ഇത്തവണ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായ സംഗതി. ഇതിൽ വെള്ളാപ്പള്ളി നടേശൻ 30 കൊല്ലമായി ഈ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ആഘോഷമൊക്കെയാണല്ലോ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയത്. 30 വർഷമായിട്ട് ഒരു സംഘടനയുടെ തലപ്പത്ത് ഇരുന്ന ഒരാൾ, അയാൾക്ക് ചെയ്യാവുന്ന എന്താണ് ആ ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത് എന്നുള്ളതൊരു കണക്കെടുപ്പ് നടത്തേണ്ടതല്ലേ? അദ്ദേഹം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് സ്വന്തം സമുദായത്തിന് എന്ത് കിട്ടിയെന്ന് പറയുന്നതോടൊപ്പം തന്നെ സ്വന്തം സമുദായത്തിന് ഞാൻ എന്ത് കൊടുത്തു എന്ന് അദ്ദേഹത്തിനൊന്ന് ആലോചിക്കാവുന്നതാണല്ലോ. സ്വാഭാവികമായും എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ നിലമ്പൂരിലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് SNDP യിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുമായി എനിക്ക് നേരിട്ട് ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ അവർ അന്നോ അതിൻ്റെ അടുത്ത ദിവസമൊക്കെ എന്നോട് സംസാരിച്ച് പറഞ്ഞു, ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അയാൾ വിചാരിക്കുന്നത് ഇത് സമുദായത്തിലെ എല്ലാവരും തന്നെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരും ഒരു നിർബന്ധിതാവസ്ഥയിൽ വെള്ളാപ്പള്ളിയുടെ പിന്നാലെ അണിനിരക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്വന്തം സമുദായത്തിൽ എന്താണ് താൻ ചെയ്തത് എന്നുള്ള കണക്കെടുക്കാൻ
വെള്ളാപ്പള്ളി തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് അദ്ദേഹം ഒരിക്കലും തയ്യാറില്ല. അത് മറച്ചു വെക്കാൻ വേണ്ടി മറ്റു സമുദായങ്ങൾ എന്തൊക്കെയോ കവർന്നെടുക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക, അത് വീണ്ടും വീണ്ടും പറയുക, അങ്ങനെ ഒരു ഗീബൽസിയൻ തിയറിയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഈ നാട്ടിൽ വിലപ്പോവില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ദീപികയുടെ മുഖപ്രസംഗം. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യം നോക്കാം, ഇവിടെ ജനാധിപത്യമല്ല മതാധിപത്യമാണ് എന്ന് അദ്ദേഹം അങ്ങോട്ട് പറയുന്നതാണ്. എന്താണ് അതിന് അദ്ദേഹത്തിന് മുന്നിലുള്ള തെളിവ്? അദ്ദേഹം പറയുന്നു, ഈ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഇനി 100 വർഷത്തേക്ക് കേരളത്തിലേക്ക് ഒരു ഈഴവ മുഖ്യമന്ത്രി വരാൻ പോകുന്നില്ല എന്നങ്ങോട്ട് പ്രസ്താവിക്കുകയാണ്. അതിന് ഈ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രം അദ്ദേഹത്തിന് അറിയില്ലേ? അറിയാഞ്ഞിട്ടല്ലല്ലോ. ഇവിടെ ഹിന്ദു മുഖ്യമന്ത്രിമാരുടെയും ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുടെയും മുസ്ലിം മുഖ്യമന്ത്രിമാരെ കണക്കെടുത്ത് നോക്കൂ. ഏറ്റവും 55% വരുന്ന ഹിന്ദു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്. അതിൽ അവരർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹിന്ദു മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടില്ലേ? ക്രിസ്ത്യൻ ജനവിഭാഗം 18%. അവരർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടില്ലേ? പക്ഷേ 26% വരുന്ന മുസ്ലിങ്ങൾക്ക് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടോ? ഈ പറയുന്ന 36 ദിവസം CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയതൊഴിച്ചാൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പം ഇദ്ദേഹം വെറുതെ ഈ കണക്ക് നമ്മളാരും ഈ കണക്കെടുത്തിട്ട് നേരത്തെ ഉന്നയിക്കുന്നതല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറയുമ്പോൾ ഈ കണക്കുകൾ നമ്മൾ തിരയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതല്ലേ. അപ്പം ഇത് ഒരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ നിരന്തരം പറയുക, എന്നിട്ട് സമൂഹത്തിലാകെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, വെറുപ്പുണ്ടാക്കുക, വിദ്വേഷം ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും സ്വന്തം കൊയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നടക്കാം. ഈ 2 തോണിയിൽ കാലിട്ട് നടക്കാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. BDJs ഉണ്ടാക്കുന്നത് BJPക്ക് വേണ്ടിയാണ്, NDAക്ക് വേണ്ടിയാണ്. പക്ഷേ അതേ SNDPയുടെ ആശീർവാദത്തോടു കൂടിയാണ് BDJs ഉണ്ടാക്കുന്നത്. അതേ SNDPയുടെ തലപ്പത്തിരിക്കുന്ന ആൾ CPMൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുകയും ചെയ്യുന്നു. 2 ഭാഗത്ത് നിൽക്കാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണോ മറ്റ് ഒരുപാട് ലാഭങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണോ എന്നൊക്കെ ആളുകൾ ചിന്തിച്ച് മനസ്സിലാക്കുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തൽക്കാലം ഈ അപരമത വിദ്വേഷം പരമാവധി പ്രചരിപ്പിച്ചുകൊണ്ട് സ്വന്തം നിലനിൽപ്പ് നന്നാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അത് കേരളത്തിൽ നടക്കില്ല എന്ന് മാത്രമാണ് വെള്ളാപ്പള്ളിയോട് പറയാനുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പരാമർശങ്ങൾ നിർലോഭം തുടരുമ്പോൾ ഉച്ചയ്ക്കാര് മണികെട്ടും എന്ന ചൊല്ലാണ് ഓർമ്മ വരുന്നത്.